ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ തേടിയുള്ള ആദ്യ സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ പര്യടനം നാളെ ആരംഭിച്ചേക്കും. 7 ഗ്രൂപ്പായുള്ള സർവകക്ഷി സംഘം സന്ദർശനം നടത്തുന്നത് ഏതൊക്കെ രാജ്യങ്ങളിൽ? ആരൊക്കെയാണ് സർവകക്ഷി പ്രതിനിധി സംഘത്തിലുള്ളത്? പരിശോധിക്കാം. ദില്ലിയിൽ നിന്നും സ്വാതി സന്തോഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ ഭീകരവാദത്തിനെതിരായ നിലപാട് ധരിപ്പിക്കുന്നതിനായി ഒരു സർവകക്ഷി പ്രതിനിധി സംഘം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത്. പാർലമെന്റ് അംഗങ്ങൾ, മുൻ മന്ത്രിമാർ, 8 അംബാസിഡർമാർ ഉൾപ്പെടെ 59 രാഷ്ട്രീയ നേതാക്കളാണ് 7 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് 32 രാജ്യങ്ങൾ സന്ദർശിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പട്ടികയനുസരിച്ച് BJP MP ബൈജയന്ത് പാണ്ഡ നയിക്കുന്ന സംഘത്തിൽ നിഷികാന്ത് ദുബെ, രേഖ ശർമ്മ, അസദുദ്ദീൻ ഉവൈസി ഉൾപ്പെടെ 7 പേർ. സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലാണ് സന്ദർശനം. UK, ഫ്രാൻസ്, ജർമ്മനി, യൂറോപ്യൻ യൂണിയൻ, ഇറ്റലി, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളിലേക്കുള്ള രണ്ടാമത്തെ സംഘത്തെ MP രവിശങ്കർ പ്രസാദ് നയിക്കും. ശിവസേന നേതാവ് പ്രിയങ്ക ചതുർവേദി, BJP നേതാവ് സമീക് ഭട്ടാചാര്യ എന്നിവരാണ് പ്രതിനിധി സംഘത്തിലെ അംഗങ്ങൾ. വിദേശ പര്യടനത്തിലെ സർവകക്ഷി സംഘത്തിൽ കേരളത്തിൽ നിന്നും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP, ശശി തരൂർ, ET മുഹമ്മദ് ബഷീർ, V മുരളീധരൻ എന്നിവരും ഉൾപ്പെടുന്നുണ്ട്. രാജ്യസഭാംഗം ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെയുള്ള സംഘം ഇന്തോനേഷ്യ, മലേഷ്യ, ദക്ഷിണ കൊറിയ, ജപ്പാൻ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. JDU നേതാവ് സഞ്ജയ് കുമാർ ഝാ സംഘത്തിന് നേതൃത്വം നൽകും. UAE, ലൈബീരിയ, കോങ്കോ, സിറിയ ലിയോൺ എന്നീ രാജ്യങ്ങളിലേക്ക് സന്ദർശനം നടത്തുന്നത് ശിവസേന നേതാവ് ശ്രീകാന്ത് ഏകനാഥ് ഷിൻഡെ നയിക്കുന്ന സംഘം. BJP നേതാവ് ബൻസുരി സ്വരാജ്, കേരളത്തിൽ നിന്നുള്ള MP ET മുഹമ്മദ് ബഷീർ എന്നിവരാണ് സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കോൺഗ്രസ് MP ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം USA, പനാമ, ബ്രസീൽ, കൊളംബിയ, ഗിനി തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തും. DMK നേതാവ് K കനിമൊഴിയാണ് സ്പെയിൻ, ഗ്രീസ്, സ്ലോവേനിയ, ലാത്വിയ, റഷ്യ എന്നീ രാജ്യങ്ങളിലേക്കുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തിന് നേതൃത്വം നൽകുന്നത്. 7ാമത്തെ സംഘത്തിലുള്ളത് കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി, മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ തുടങ്ങിയവർ. NCP MP സുപ്രിയ സുലെ നയിക്കുന്ന സംഘം ഈജിപ്ത്, ഖത്തർ, ഇത്യോപ്യ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് സന്ദർശനം നടത്തുന്നത്. കേന്ദ്ര സർക്കാർ നയങ്ങളോടുള്ള വിയോജിപ്പ് നിലനിൽക്കെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ദേശീയ താൽപര്യം മുൻനിർത്തിയും രാജ്യത്തിന്റെ ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം അറിയിച്ചും വിദേശ പര്യടനത്തിൽ ഭാഗമാകുന്നത്. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ സഞ്ജയ്ക്കൊപ്പം സ്വാതി സന്തോഷ്, കൈരളി ന്യൂസ്.